പട്ടിക്കുട്ടന് ഇലയിൽ ചോറ് കൊടുക്കുന്നുണ്ട്. പൂച്ചക്കുട്ടികൾക്ക് മോഹാവരിക്ക് ഇലയിൽ ചോറുണ്ടെന്ന്. എന്നാ ആയിക്കോട്ടെ, നമുക്ക് അരിയും മീനൊക്കെ കാശ് കൊടുത്ത് വാങ്ങണം, പക്ഷെ ഇല കാശ് കൊടുത്ത് വാങ്ങണ്ടല്ലോ. അപ്പൊ ഇതാ ഇലയൊക്കെ കീറിയിട്ട് അയിലൊക്കെ വേവിച്ചിട്ട് അതൊക്കെ മിക്സ് ചെയ്തിട്ട് ഇതാ ചോറ് കൊടുക്കണം കേട്ടോ പൂച്ചക്കുട്ടികൾക്ക്. അപ്പൊ ഇന്ന് ഇല ഇട്ട കാരണം ഉണ്ടാ തോന്നുന്നുണ്ട് കേട്ടോ. കുറിഞ്ഞിയും ബൊമ്മിക്കുട്ടിയൊക്കെ ഇവരുടെ കൂടെ ഇരുന്ന് ഊണ് കഴിക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇവരുടെ കൂടെ ഇരിക്കുകയില്ല, വർക്കേരിയയിൽ ഇരുന്നിട്ടാണ് കേട്ടോ ഊണ് കഴിക്കുക. അപ്പൊ ഇന്ന് എന്താണെന്നറിയില്ല, ഒരു സദ്യ ഉണ്ണണ പ്രതീതിയിലാണ് കേട്ടോ എല്ലാവരും ഇരുന്ന് ഉണ്ടോണ്ടിരിക്കണത്. ആരും ഒരു കച്ചറയൊന്നും ഉണ്ടാക്കണില്ല. നല്ല അടക്കവും ഒതുക്കവും നല്ലവനായ ഉണ്ണികളെ പോലെ ഇരുന്നിട്ട് എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് ഇതാ ഗേറ്റിന്റെ അവിടെ ഒരാളിരിക്കണ്ടേ കേട്ടോ, നമ്മുടെ പട്ടിക്കുട്ടനാണ് കേട്ടോ. അപ്പൊ നമ്മുടെ പട്ടിക്കുട്ടൻ എങ്ങനെയാണ് കേട്ടോ ഫുഡ് കഴിക്കുമ്പോ ആദ്യം ചെറിയ പട്ടിക്കുട്ടനായിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ പൂച്ചക്കുട്ടികൾ ഇതേപോലെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം കീ കീ എന്നുള്ള ശബ്ദം കേട്ടിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ നോക്കിയത്. അപ്പൊ ഇങ്ങനെ തള്ളിഞ്ഞിട്ട് അടുത്തൊന്നും ഈ പട്ടിയുടെ അടുത്ത് നിൽക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സ്മെല്ല് എന്ന് പറഞ്ഞ മുറിയും വ്രണവും ഒക്കെ ആയിട്ട് അങ്ങനെ ആകെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഛർദ്ദിക്കാൻ വരും, അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും നമ്മൾ പിന്നെ അങ്ങനെ മരുന്നൊക്കെ കൊടുത്തിട്ടാണ് അതിൻ്റെ അതൊക്കെ മാറി നല്ല ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയപ്പോൾ ആൾ ഉഷാറായതാണ് കേട്ടോ. അതിൻ്റെ ആദ്യത്തെ അവസ്ഥ അത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ, എത്ര പറഞ്ഞാലും അത് ആർക്കും മനസ്സിലാവില്ല. അപ്പൊ ഇതാ നമ്മുടെ പട്ടിക്കുട്ടന് നമ്മൾ ഫുഡൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് വന്നപ്പോൾ കുറിഞ്ഞിയും ബൊമ്മിയും പറയാ, ഞങ്ങൾക്ക് വേണമല്ലോ, ഞങ്ങൾ വർക്കേരിയയിൽ ഇരുന്നിട്ട് ഊണ് കഴിച്ചിട്ടില്ലല്ലോ എന്ന്. അപ്പൊ അവർക്ക് വർക്കേരിയയിൽ വെച്ച് കൊടുത്തു. അപ്പൊ നമ്മുടെ ഇവിടെ ഇങ്ങനെ ബിസ്ക്കറ്റ് കഴിക്കാനായിട്ട് വരുന്ന ഒരു പട്ടി ഉണ്ട് കേട്ടോ. ബിസ്ക്കറ്റോ റസ്കോ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. എന്താ ഉള്ളത് വെച്ചാൽ അതൊക്കെ മുറുക്കോ എന്താ ഉള്ളത് വെച്ചാൽ അതൊക്കെ ഞാൻ അങ്ങോട്ട് തൊടിയിലേക്ക് ഇട്ട് കൊടുക്കും. അത് ഇങ്ങോട്ടൊന്നും വരില്ല കേട്ടോ, അത് കഴിച്ചു കഴിഞ്ഞാൽ അത് ഓടിപ്പോവും. അപ്പൊ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ടോ ചമ്പിക്കുട്ടി ബബ്ലിക്കുട്ടനും പീക്കിരിക്കുട്ടനൊക്കെ എവിടെ കിടക്കുക എന്ന്. ഇതാ നമ്മുടെ മോളിൽ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ, അവിടെയാണ് അവർ കിടക്കുക. അപ്പൊ ഇത് ഇവിടെ ഒരുപാട് പൂച്ചക്കുട്ടികൾ വളർന്ന സ്ഥലമാണ് കേട്ടോ. അപ്പൊ അവരൊന്നും പുറത്തു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ജനലിലൊക്കെ നെറ്റ് അടിച്ചിട്ടുണ്ട്, അതുപോലെ വാതിൽ വെച്ചതൊക്കെ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഇവിടെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ, അങ്ങനെ കിടക്കുകയാണ്. ഇപ്പൊ ഇവിടുത്തെ താമസക്കാര് എന്ന് പറയുന്നത് ചമ്പിക്കുട്ടിയും ബബ്ലിക്കുട്ടനും പീക്കിരിയാണ്. ബബ്ലിക്കുട്ടനെ പറയാൻ പറ്റില്ല, ബബ്ലിക്കുട്ടനെ അതിന്റെ ഉള്ളിൽ ചെയ്തില്ല കേട്ടോ. ബബ്ലിക്കുട്ടൻ ഇങ്ങനെ ഈ സൺസൈഡ് കോടൊക്കെ കറങ്ങി അടിച്ച് നടക്കലാണ്. കാരണം ചമ്പിക്കുട്ടിയും പീക്കിരിയാണ് ഇതിന്റെ അധിപര്. വേറൊരു പൂച്ച ഇവിടെ കയറി കഴിഞ്ഞാൽ ചമ്പിക്കുട്ടി അവർ അടിക്കും. ചമ്പിക്കുട്ടി ഇല്ലാത്ത സമയത്ത് മാത്രമാണ് കേട്ടോ ബബ്ലിക്കുട്ടൻ ഞാൻ വല്ല തുണി തോരയിടാനോ എന്തിനെങ്കിലും വരുമ്പോ എന്റെ കൂടെ വരിക. അപ്പൊ അതാ കണ്ടില്ലേ കട്ടട അപ്പുറത്തിരിക്കുന്നുണ്ടല്ലേ, ഇപ്പുറത്തേക്ക് എങ്ങാനും കടന്ന ബബ്ലിക്കുട്ടന്റെ പണി കഴിട്ടോ. പീക്കിരി പത്രാസ് കാണിക്കുന്നുണ്ടോ, കണ്ടോ ഇങ്ങനെ കളിക്കുക ഇങ്ങനെ കളിക്കാന്നൊക്കെ. അപ്പൊ ബബ്ലിക്കുട്ടനും പീക്കിരിയുടെ ഒപ്പം കളിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ചമ്പിനെ പേടിച്ചിട്ടിരിക്കുന്നതാണ് കേട്ടോ. ബൊമ്മിക്കുട്ടി പോലും പേടിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പൊ ഈ പാവങ്ങളെയൊക്കെ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം നല്ല മനസ്സിലോട് ഞാൻ എന്റെ നന്ദി സ്നേഹം അറിയിക്കുകയാണ്. അപ്പൊ അതേപോലെ ഇങ്ങനെ പട്ടിയും പൂച്ചയും നോക്കണവരൊക്കെ എന്തിനാ സപ്പോർട്ട് ചെയ്യണമെന്നൊന്നും ആരും വിചാരിക്കരുത് കേട്ടോ. അവർക്കും വിശക്കും നമുക്കും വിശക്കും, നമ്മളും കരയും അവരും കരയും, എല്ലാവരും ഈശ്വരന്റെ സൃഷ്ടികളാണ് കേട്ടോ.